ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രവും ഹൈന്ദവ ശാക്തേയ തീർത്ഥാടന കേന്ദ്രവുമാണ് കാമാഖ്യ ദേവി ക്ഷേത്രം. ആസാമിലെ പ്രധാന നഗരമായ ഗുവാഹത്തിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നീലാച്ചാൽ എന്ന കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രമന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ആസാം ജനതയുടെ കുലദൈവമായി കാമാഖ്യ ആരാധിക്കപ്പെടുന്നു. കാമാഖ്യ എന്നാൽ സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഭഗവതി എന്നാണ് അർത്ഥം. ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ പ്രാചീനമായ 51 ശക്തിപീഠങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഭഗവതിയെ കൂടാതെ 10 ശക്തിസ്ഥാനങ്ങൾ കൂടി സങ്കല്പിക്കപ്പെടുന്നു. അവ ദശമഹാവിദ്യമാരായ കാളി, താര, ചിന്നമസ്ത, ബഗളാമുഖി, ഭുവനേശ്വരി, ത്രിപുരസുന്ദരി, ഭൈരവി, ധൂമാവതി, മാതംഗി, കമല എന്നിവയുടേതാണ്. ഒരു ഇടത്തരം ക്ഷേത്രമന്ദിരത്തിൽ ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിലായി കൽഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സതീദേവിയുടെ യോനിപീഠത്തിലെ ശ്രീചക്രമാണ് പ്രധാന പ്രതിഷ്ഠ. 9 യോനിപീഠങ്ങളുടെ മധ്യത്തിലായി ഒരു യോനിപീഠത്തിലാണ് പ്രധാന പ്രതിഷ്ഠയായ ശ്രീചക്രം നിരൂപിക്കുന്നത്. ജഗദംബ ആദിപരാശക്തിയുടെ സർവ്വചൈതന്യവും നിറഞ്ഞ താന്ത്രിക അടയാളമാണ് ശ്രീചക്രം എന്ന് ഉപാസകർ വിശ്വസിക്കുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ദക്ഷയാഗ സമയത്ത് ജീവത്യാഗം ചെയ്ത സതീദേവിയുടെ ശരീരം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രപ്രയോഗത്താൽ 108 കഷ്ണങ്ങളായി ചിതറിയപ്പോൾ യോനിഭാഗം വീണ ഭാഗമായതെന്ന് വിശ്വാസം. ശാക്തേയ കൗളാചാര പ്രകാരം ഭഗവതിയെ പ്രീതിപ്പെടുത്താനായി ആൺമൃഗങ്ങളെ ഇവിടെ ബലി നൽകുന്നു. പെൺമൃഗങ്ങളെ ബലി കഴിക്കുന്നത് നിഷിദ്ധമാണ്. ആണാടിനെ, പൂവൻകോഴിയെ നിത്യവും ഇവിടെ ബലിയർപ്പിക്കുന്നു. ഇവയുടെ മാംസം പ്രസാദമായി കരുതുന്ന ഭക്തർ അത് കറിയാക്കി കഴിക്കുന്നു. പൂജക്കുള്ള ദ്രവ്യങ്ങളായി ചുവന്ന പൂക്കൾ, ചുവന്ന തുണിക്കഷ്ണങ്ങൾ, ചുവന്ന ചാന്ത് അഥവാ സിന്ദൂരം എന്നിവയാണ് അർപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിലാണ് പരാശക്തിയുടെ രക്താർത്തയും രൗദ്രവുമായ കാളിസങ്കല്പം ജന്മം കൊണ്ടതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ അത് യോനി പൂജയായി ശ്രീചക്ര പൂജയായും രൂപാന്തരണം സംഭവിച്ചതും ദേശവ്യാപകമായി പ്രചരിച്ചതും ഈ ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് പൊതുവായ വിശ്വാസം. ഊർവരത, പ്രകൃതി, മാതൃദൈവം എന്നീ സങ്കല്പത്തിൽ പ്രാചീനകാലം മുതൽക്കേ ഇത്തരം ആരാധന ഉള്ളതായി പറയപ്പെടുന്നു. ഇതിൻ്റെ തുടർച്ചയായി സ്ത്രീയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന സങ്കല്പത്തിലാണ് ശാക്തേയർ കാളിയെ ആരാധിച്ചതെങ്കിലും ശൈവസങ്കല്പത്തിൽ പിന്നീടത് പാർവതിയുടെ പര്യായമായി തീരുകയായിരുന്നു. ശൈവവിശ്വാസപ്രകാരം മഹാദേവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന യോനിതന്ത്ര പ്രകാരം യോനിപീഠം മാതൃത്വത്തിൻ്റെ ശക്തിയുടെ പ്രതീകമാണ്. അതുപ്രകാരം ലോകമാതാവായ ആദിപരാശക്തിയിൽ നിന്നത്രേ സകല സൃഷ്ടിയും ഉണ്ടായത്.